കോട്ടകളും കൊത്തളങ്ങളും ഇല്ലാതെ ഇന്ത്യയോളുകളുടെ ഹരിതചാമരങ്ങൾക്ക് താഴെ ജീവിച്ച ഒരു മനുഷ്യൻ ഇതാ ഉജ്ജ്വലമായ നീതിയുടെ മനോഹരത കാണിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് അംഗരക്ഷകനുണ്ടായിരുന്നില്ല. പറയുന്നത് കിൽക്കെഗിറ്റി എന്ന മുസ്ലിമായ മനുഷ്യന്. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മുഹമ്മദ് is the only wonderful man in world history. ലോക ചരിത്രത്തിലെ അത്ഭുതമാണ്, ഇതിഹാസമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം എഴുതി വെച്ചു. മലയാളത്തിന്റെ ആത്മപിതാവെന്ന് ഘോഷിക്കപ്പെടുന്ന ശ്രീനാരായണ ഗുരു അനുകമ്പാദശകത്തിൽ എഴുതി വെച്ചു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ഇത് അഭിശപ്തമായ കാലത്ത് നമ്മൾ കൂടുതൽ വായിക്കപ്പെടണം. അറിയാനും അറിയിക്കാനുമുള്ള ശ്രമങ്ങൾ ഇല്ലാതെയായി മനുഷ്യൻ വിഭാഗീയതയിലേക്ക് പോകുമ്പോൾ അറിയണം പുരുഷാകൃതി പൂണ്ട ദൈവം ഒരു പുരുഷന്റെ അവതാരമായി ഇറങ്ങി വന്നതാണോ? അദ്ദേഹത്തിന്റെ വിശ്വാസപ്രകാരമാണ് അനുകമ്പാദശകത്തിൽ അദ്ദേഹം പറയുന്നത് നര ദിവ്യാകൃതി പൂണ്ട ധർമ്മം ഒരു മനുഷ്യാവതാരം കൂടി ഇറങ്ങി വന്നതാണോ? കരുണാവാൻ നബി മുത്തുരത്നമോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുണയുടെ മുത്തുരത്നമാണെന്ന് പറഞ്ഞത് മലയാളം ആഘോഷിച്ച ഹിമസാനുക്കൾക്കപ്പുറത്തേക്ക് മലയാളത്തിന്റെ ഹൈന്ദവ ആത്മീയതയെ കൊണ്ടുപോയ ശ്രീനാരായണ ഗുരു പറഞ്ഞു വെച്ചതാണ്. അറിയുന്നവരൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രവാചകൻ പ്രവചിക്കപ്പെട്ട ഒരു പ്രവാചകൻ കൂടിയായിരുന്നു. ഓൾഡ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പൂർത്തീകരിക്കാൻ വേണ്ടി വന്നയാളല്ല, പൂർത്തീകരിക്കാൻ ഒരാൾ വരുന്നുണ്ട്. അഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ വരാനിരിക്കുന്നുണ്ട് എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതായി ഈസാ റൂഹ് എന്ന് പറഞ്ഞതായി ഖുർആൻ ഉദ്ധരിക്കുന്നു. ഓൾഡ് ബൈബിൾ